അല്ല, എവിടെയായിരുന്നു? കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ലസിത കുണുകുണുവാവില്ലേ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി 10 വോട്ട് പോലും തികച്ചു പിടിക്കാതെ അന്ന് പോയ പോക്ക. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ലഹളാ മോർച്ചയുടെ ഇടയിൽ കിടന്നുകൊണ്ട് ചേച്ചി കിടന്ന് വിരകുന്നൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്നറിയാം? ഇവിടെ ഈ ഉസ്താദന്മാരുണ്ടല്ലോ, മീൻസ് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിനോട് ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. പോരാത്തതിന് ഉസ്താദുമാരെ പറയിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് അൻസാരി സുഹരി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഉസ്താദന്മാരെല്ലാം ഡീസന്റ് ആണ്, അവരൊന്നും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെന്നാണ് ചേച്ചി പറയുന്നത്. നമസ്കാരം. ഉസ്താദിന്റെ വില കളയാൻ മാത്രമായിട്ട് ഒരു ഉസ്താദ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇന്നലെ പറഞ്ഞതും അതേ ഒരു കാര്യമാണ്. ഉസ്താദുമാർ ചെയ്യേണ്ട കാര്യമാണോ അയാൾ ചെയ്യുന്നത്? പരിഹസിക്കുക, മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുക, അത് നല്ല കാര്യമല്ലല്ലോ. ഏത് ഉസ്താദാണ് അങ്ങനെ പരിഹസിക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. നമുക്ക് ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉസ്താദുമാരുണ്ട്, എല്ലാവരും നല്ല ആൾക്കാരാണ്. ആരും അങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മുടെ ലസി ചേച്ചി എന്റെ കട്ട ഫാനായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയാൻ വയ്യ, എന്തോ ഒരു പിണക്കം സംഭവിച്ചു. എന്താന്ന് ചോദിക്കട്ടെ? എന്താ പുന്നാരെ? ഞാൻ എല്ലാ വീഡിയോസും തന്നെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്, ശരി തന്നെ. എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. ഒരാള് ചെയ്ത തെറ്റിന് മറ്റുള്ളവരെയും കൂടി ഇങ്ങനത്തെ വൃത്തികേട് പറയരുത്. അത് ഏത് സൂര്യസ് ആണെങ്കിലും ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കരുത്. ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അതൊരു സമൂഹത്തെ മുഴുവൻ മൊത്തവൽക്കരിക്കാൻ അത് കാരണമാകരുത്. ഇത്രയും നല്ല ഉപദേശം ലോകത്ത് ആരും നടത്തോടോ? നിങ്ങൾ ലസി ചേച്ചിനെ എന്താ പറഞ്ഞത്? വർഗീയവാദി, മോശപ്പെട്ട വർത്താനം പറഞ്ഞ സ്ത്രീ, അങ്ങനെയൊന്നുമല്ല. അവർ പൂവിനെയും മണ്ണിനെയും സ്നേഹിച്ച് ഇതുപോലത്തെ ഒരു നല്ല സ്ത്രീ സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ലസി ചേച്ചിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ അത് അവരുടെ പേജിലിട്ട് ഇങ്ങനെ പോയപ്പം പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് ഭീകരർക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ. ഭീകരർക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ. ആ മതം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ, അല്ലെ? ആ മതമാണ് ഇന്നലെ നമ്മുടെ 28 ബാക്കി ഞാൻ പറയാം. പഹൽഗാമിലെ 28 പാവങ്ങളെ നിരപരാധികളെ വെടിവെച്ചത്. ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന 28 പേര് കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ. ഈ നമ്മുടെ പഹൽഗാമിൽ കയറി ആക്രമിച്ച ആ തീവ്രവാദികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി ഇട്ടപ്പോൾ അതിൽ മുൻനിര നായികയായി പ്രവർത്തിച്ച ആളുടെ പേര് സോഫിയ ഖുറൈഷി. നിങ്ങൾ പറഞ്ഞില്ലേ ഭീകരതയ്ക്ക് ഒരു മതമുള്ളെന്ന്? ആ മതത്തിൽപ്പെട്ട സ്ത്രീയാണ് നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാഗമായിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽപ്പെട്ട ജ്യോതി മൽഹോത്ര എന്ത് ചെയ്യുമായിരുന്നു? ജ്യോതി മൽഹോത്ര രാഷ്ട്രീയം ഏതാണ്? ജ്യോതി മൽഹോത്ര പിടിച്ച കൊടി ഏതാണ്? ജ്യോതി മൽഹോത്ര അന്ന് ചെയ്ത പണി എന്തറിയോ? നോക്ക്, പാക് ഏജന്റുമാർക്ക് വർഷങ്ങളോളം രഹസ്യങ്ങൾ കൈമാറി ഓപ്പറേഷൻ സിന്ദൂറിന് ഒറ്റിക്കൊടുത്തു.